കേരളത്തിലെ 99% ആൾക്കാരും കറണ്ട് ബില്ല് കയ്യെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് തന്റെ എമൗണ്ടാ. എന്തിനാ? കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം കുറവാണോ എന്ന് അറിയാം. ഇത് തന്നെ ആ സുഹൃത്തെ ഞാനും നിങ്ങളും ചെയ്യുന്നത്. ഈ മാസം കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സിനും നിങ്ങൾ ബില്ലെടുത്ത് നോക്കിയാൽ അറിയാം, ACD എന്ന് പറഞ്ഞ് നമ്മളറിയാതെ എന്തിനാണെന്നറിയാതെ എന്ത് മാനദണ്ഡത്തിലാണ് കൂട്ടിയത് എന്നറിയാതെ 100 കണക്കിന് രൂപ കൂട്ടിയിട്ടുണ്ട്. സുഹൃത്തെ, നിങ്ങളുടെ ബില്ലിലും കൂട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പോയി ബില്ലെടുത്തോണ്ട് വന്നോ, എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. എന്റെ കയ്യിലിരിക്കുന്ന ബില്ലിന്റെ ഓരോ പിരിവും ഞാനിപ്പം വായിക്കാം. എനർജി ചാർജ് എന്ന് വെച്ചാൽ ഊർജം. നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്ക് തരുന്ന എനർജിയുടെ ചാർജ് 1594 രൂപ 45 പൈസ. ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന കറണ്ട് ബില്ലിന്റെ കൺസ്യൂമർ ഉപയോഗിച്ച ചാർജ്. അയാളുടെ ബില്ല് എത്രയാണെന്നറിയാമോ? 2722 രൂപ. 1200 രൂപ കൂടുതലാണ്. സംഭവം മനസ്സിലായി. ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് 5 കിലോ അരി മേടിക്കുന്നു. 1 കിലോ അരിക്ക് 50 രൂപയാണെന്നുണ്ടെങ്കിൽ 5 കിലോ അരിക്ക് 250 രൂപ കൊടുത്താൽ പോരെ? 250 അല്ല, ഇതിന്റെ കൂടെ 500 രൂപയും കൂടെ വേണം എന്ന് പറഞ്ഞാലോ? അതെന്തിനാണെന്ന് നമ്മൾ ചോദിക്കും അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും KCBയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ലാസ്റ്റ് ഡേറ്റിൽ ഫീസ് ഊരുമെന്ന് പേടിച്ച് അടച്ചുകൊണ്ടിരിക്കുമല്ലേ? ഈ സുഹൃത്തിന്റെ 1594 രൂപ 45 പൈസ എനർജി ചാർജ് ഉണ്ടായിട്ട് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ബില്ല് 2722 രൂപ. 1200 രൂപ അധികമായി പിടിച്ചിട്ടുണ്ട്. എന്തിന്? ഇനിയിപ്പോ എന്തിനാണ് പിടിച്ചതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഡ്യൂട്ടി, അതിന്റെ ഡ്യൂട്ടി 10%. അത് 159 രൂപ 45 പൈസ. തീർന്നില്ല, അടുത്തത് കേൾക്കണം. അടുത്ത ഫ്യൂവൽ ചാർജ് 31 രൂപ 51 പൈസ. എന്ത് ഫ്യൂവൽ ചാർജ്? നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണോ വീട്ടിൽ ലൈറ്റ് കത്തിക്കുന്നത്? KCBയുടെ കറണ്ട് ഉപയോഗിച്ച നമ്മള് ഫ്യൂവൽ ചാർജ് കൊടുക്കണം. ഇവരവിടെ ചിലപ്പം ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. ഇനിയിപ്പോ പറയാൻ പോകുന്നത് KCB നാഫ്ത, കൽക്കരി ഇതൊക്കെ ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കുന്നു. അതെല്ലാം കൂടെ കൂട്ടിയല്ലേ കറണ്ട് ബില്ല് തന്നിരിക്കുന്നത്. ഒരു സാധനം വിൽക്കുമ്പോൾ അതിന്റെ ഉൽപാദന ചെലവും കൂടെ ചേർത്തിട്ടല്ലേ? നമ്മുടെ കായംകുളത്ത് താപനിലയുണ്ട്, അവിടെ നാഫ്തയുണ്ട്. നാഫ്ത മേടിച്ചതിന്റെ ചെലവാണ്. അതിന്റെ പ്രോഡക്റ്റിന്റെ പൈസ കൂടെ ചേർത്തല്ലേ ഈ 1594 രൂപ 45 പൈസ. നമ്മൾ എന്തിനാ ഫ്യൂവൽ ചാർജ് കൊടുക്കുന്നത്? തീർന്നില്ല, ഇനി ഒരു ചെറിയൊരു ഫിക്സഡ് ചാർജ് ഉണ്ട്. ചുമ്മാ വെറുതെ ഒരു 240 രൂപ. സുഹൃത്തെ, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കറണ്ട് ബില്ല് എടുത്തത് നോക്ക്, ഇതൊക്കെ ഉള്ളയാണോ? എന്തിനു കൊടുക്കണം നമ്മൾ ഫിക്സഡ് ചാർജ്? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, ഒരു സാധനത്തിന് എനർജി ഇടാം. അയാൾ ഉപയോഗിക്കുന്ന എനർജിയുടെ കാശ് കൂടാതെ ഡ്യൂട്ടി പോട്ടെ, സമ്മതിക്കും. ഫ്യൂവൽ ചാർജ് അറിയില്ല, ഫിക്സഡ് ചാർജ് എന്തിന്? തീർന്നില്ല, ഇനിയും ഉണ്ട്. മീറ്റർ റെന്റ് 12 രൂപ. ഓർക്കുന്നുണ്ടോ ഈ മീറ്റർ ആരുടെയാന്ന്? നിങ്ങളുടെയാ, നമ്മുടെയാ ഈ മീറ്റർ. നമ്മൾ കണക്ഷൻ എടുത്തപ്പം നമ്മൾ വില കൊടുത്ത് മേടിച്ചതാ മീറ്റർ. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച മീറ്ററിന് നമ്മൾ വാടക കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ഒരു സ്കൂട്ടർ ഉണ്ടെന്ന് വെച്ചു, ഈ സ്കൂട്ടറിന് മാസം തോറും വാടക കൊടുക്കണമെന്ന് MPD പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും ഇല്ലേ? ഇനി അടുത്തതാണ് കോമഡി. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ മാസം തോറും റെന്റും കൊടുത്ത് ഇനി അതിന് നമ്മൾ